അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയുള്ള ബന്ധത്തിലും കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ആരാലും അറിയപ്പെടാതെ ഒറ്റപ്പെട്ട് വിവിധയിടങ്ങളിലും ഇന്ത്യയിലുടനീളവും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും ചിതറിക്കിടക്കുന്നതായ ദൈവമക്കളെ, അവരുടെ സാക്ഷ്യത്തെ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപാകെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്യമത്തോടു കൂടിയാണ് അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളാകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം കർണാടകയിൽ ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസ പാസ്റ്റർ P.A. ജോൺസൺ അവറുകൾ തന്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ P.A. ജോൺസൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു പാസ്റ്ററെ. അരോമ ടിവിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇപ്രകാരം ദൈവം അനുവദിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി പാസ്റ്റർക്ക് അരോമ ടിവിയിലുള്ളതായ പ്രിയപ്പെട്ടവർക്ക്, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഇപ്പോൾ ദൈവകൃപയാൽ കർണാടക സ്റ്റേറ്റിൽ ബെല്ലാരി എന്ന് പറയുന്നതായ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ബെല്ലാരിയിൽ എങ്കിലും അനേക സഭകൾ ഉള്ളതായ ഒരു ദേശമാണ്. ഞാൻ ഈ കർണാടകയില് ബെല്ലാരിയിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി. അപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയായിട്ട്, ഞങ്ങള് കുടുംബമായിട്ട് ഇവിടെ താമസിക്കും. ഞങ്ങൾ 2 പേര്. എൻ്റെ വൈഫിന്റെ പേര് അന്നമ്മ ജോൺസൺ. മക്കള് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ദൈവം തന്നു. അവരുടെ വിവാഹം കഴിഞ്ഞു. അവര് 3 സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ അവരായിരിക്കുന്നു. 6 കൊച്ചുമക്കളെ ദൈവം തന്നിട്ടുണ്ട്. അവര് കുടുംബമായിട്ട് 2 പേര് കേരളത്തിലും ഒരാൾ ഡൽഹിയിലുമായിട്ട് ശുശ്രൂഷയിൽ മുന്നോട്ട് പോവുകയാണ്. അവരുടെ പിതാക്കന്മാരും ശുശ്രൂഷയിൽ തന്നെ തുടരുകയാണ്. എൻ്റെ മൂത്ത മരുമകന്റെ ഫാദർ മരിച്ചുപോയി. മറ്റൊരു 2 പേരും ശുശ്രൂഷയിൽ തന്നെ തുടരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു മിഷണറി കുടുംബം എന്ന് പറയത്തക്കവണ്ണം ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. സെൻട്രലിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തില് അനേക അനുഭവങ്ങൾ ശുശ്രൂഷയുള്ള ബന്ധത്തില് വന്നിട്ടുണ്ട്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രശ്നങ്ങളേറിയതായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. മലയോര പ്രദേശമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മലകളുമായിട്ട്, കാടുകളുമായിട്ട്, വന്യമൃഗങ്ങളുമായിട്ടൊക്കെ ഒത്തിരി പരിചയപ്പെടുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ പേരൻസ് കോഴഞ്ചേരിക്കടുത്ത് കുഴിക്കാല എന്ന് പറയുന്നതായ സ്ഥലമാണ് എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നത്. എൻ്റെ പേരൻസിന്റെ പ്രിയപ്പെട്ടവരൊക്കെയും ഇപ്പോഴും കുഴിക്കാല എന്ന് പറയുന്നതായ സ്ഥലത്തുണ്ട്. കുഴിക്കാല എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്ടുപേരിൽ അറിയപ്പെടുന്നതായ ഒരു കോളേജുണ്ട്, ഒരു പള്ളിയുണ്ട്. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ നോക്കുകയാണ്, മർത്തോമ കുടുംബമാണെങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചിന്ത, ഞങ്ങളുടെ തലമുറകള് ചിന്നി ചിതറി പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഭ വിട്ടു പോകുവാൻ പാടില്ല. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിച്ച് ഞങ്ങളുടെ വിദ്യാഭ്യാസം നിലനിന്നുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതായ താല്പര്യത്തിൽ പഠിപ്പിച്ച് ഓരോരുത്തരെ ഒരു കുടുംബത്തിൽ ഒരച്ഛൻ വീതം ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊണ്ട് വന്നത്. എന്നാൽ എൻ്റെ ബാല്യകാലത്തില് പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ചെറുപ്രായത്തിൽ തന്നെ ഞാനൊരു രോഗിയായി തീർന്നു. എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ട് ഉള്ളതായ ഒരു സാഹചര്യത്തിലായിരുന്നു. എൻ്റെ നാക്ക് എല്ലാ വാക്കുകളും ഉപയോഗിക്കുവാൻ സാധിക്കാത്ത ഒരു വിക്ക് ഉള്ളതായ ഒരു അനുഭവത്തിലായിരുന്നു എൻ്റെ
ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ചെറുപ്രായത്തിൽ ഒരു വീഴ്ചയോടുള്ള ബന്ധത്തില് എന്റെ നാക്ക് മുറിയുവാൻ ഇടയായി തീർന്നു. നാക്ക് മുറിഞ്ഞതിന്റെ ഫലമായിട്ട് ആ നാക്ക് പൂർണ്ണമായി മാറി. അതിനുശേഷം ആ നാക്ക് കുത്തിക്കെട്ടി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വിക്ക് പൂർണ്ണമായി മാറുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിനുശേഷം വീണ്ടും ഞാനൊരു രോഗിയായി തീർന്നു. രോഗത്തോടുള്ള ബന്ധത്തിൽ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് കടന്നുപോയി. എന്നാൽ വിദ്യാഭ്യാസം തുടരുവാൻ എനിക്ക് കഴിയാതെ ഞാൻ സ്കൂളിൽ കടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ചിലപ്പോൾ രോഗിയായി തീരും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലോ, എന്റെ പിതാവിനൊരു കടയുണ്ടായിരുന്നു, ഒന്നിൽ ആ കടയിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി വിശ്രമിക്കും. അങ്ങനെ സ്കൂളിൽ പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. സ്കൂളിൽ പോകുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ ഹാജരില്ല. അതുകൊണ്ട് 7ാം ക്ലാസ്സിലായപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം തുടരുവാൻ കഴിയാതെ, ഹാജരില്ലാതെ എന്നെ ഫെയിലാക്കി. അങ്ങനെ തുടർന്ന് സ്കൂളിൽ പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ എനിക്കുണ്ടായി. ആ ഒരു സാഹചര്യം വെച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്തതിന്റെ ഫലമായിട്ട് പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞില്ല. തുടർന്ന് എൻ്റെ പലവിധമായ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നുപോയി. വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് വീട്ടിലെ കൃഷി കാര്യങ്ങള്, റബ്ബർ ടാപ്പിങ്, മറ്റുള്ള ജോലി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ രോഗത്തിന്റെ സാഹചര്യത്തിൽ വന്നപ്പോൾ പല സഹോദരിമാര്, TPM-ലുള്ളതായ പല സഹോദരിമാര് വീട്ടിൽ കടന്നു വരികയും അവര് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ രോഗത്തിൽ ഒരു വിടുതൽ ദൈവം തരുമെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ പല വാക്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിക്കുകയും ഞാനത് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ 20ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നു. ആ രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നത്. അങ്ങനെ വിശ്വാസത്തിൽ കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം മാതാപിതാക്കന്മാർ വലിയ കുഴപ്പമില്ലാതെ, മറ്റുള്ളവര് അല്പ പ്രശ്നസന്ധിയിലേക്ക് കടന്നുപോയി. പിതാവിൽ നിന്ന് എന്നെ പിന്തിരിക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ മറ്റുള്ളവരെന്നെ ഒത്തിരി സംസാരിച്ചു. പക്ഷെങ്കിൽ ഞാൻ കണ്ടെത്തിയതായ ആ വിശ്വാസം, ദൈവവചനം, അന്നത്തെ അവസ്ഥയിൽ വെച്ച് യൗവനകാലത്ത് അറിയേണ്ടതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ പ്രകാരം ഞാന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ പള്ളിയിൽ ഉണ്ടായിരുന്ന അനേകര് വന്ന് എന്നെ ഉപദേശിക്കുകയും അത് പിന്തിരിഞ്ഞ് അത് തെറ്റാണ് സമ്മതിച്ചുകൊണ്ട് ചെറുപ്രായത്തിൽ ബാല്യത്തില് മാമോദീസ ഏറ്റതായതുകൊണ്ട് ആ ഒരു സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുവാൻ നോക്കി. എന്നാൽ അറിഞ്ഞ സത്യത്തിൽ നിലനിന്നുകൊണ്ട് അവരോട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ, എനിക്ക് മനസ്സിലായ സത്യങ്ങളെ അവരോട് പങ്കുവെച്ചത് കൊണ്ട് പിന്നീട് അവർ തന്നെ സമ്മതിച്ചു, ജോൺസിനെ ഇതിൽ നിന്ന് പിന്തിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവരെന്നിൽ നിന്ന് പിന്മാറി. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിലനിന്നു. അങ്ങനെ ദൈവകൃപയാല് വചനം പഠിക്കുവാൻ എനിക്ക് ഒരു സാഹചര്യം ലഭിച്ചു. തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജില് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. അവിടെ വെച്ച് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അങ്ങനെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായി എനിക്ക് വിടുതൽ ലഭിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് 1976 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 80 വരെ ദൈവവചനം പഠിക്കുവാൻ ഇടയായിത്തീർന്നു. 77 ജോയിൻ ചെയ്ത് 80 വരെ ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം തിരുവല്ല വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ സഭയിൽ എന്നെ ശുശ്രൂഷയ്ക്കാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ ചെറിയ സഭയിൽ ശുശ്രൂഷിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഭയിൽ നിൽക്കുമ്പോൾ എൻ്റെ വിവാഹം നടക്കുവാൻ ഇടയായിത്തീർന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് ആ സ്ഥലത്ത്, വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാറി പെരുമ്പാവൂരിലെ രാരിയലി എന്ന് പറയുന്നതായ വനപ്രദേശത്തിനടുത്തുള്ളതായ പെരിയാറിന്റെ തീരത്തുള്ളതായ ഒരു സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായിട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ആരും വിശ്വാസികളില്ല. ചില ആഴ്ചകളായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് ചില ആഴ്ചകളായപ്പോൾ ചില വ്യക്തികളെ ദൈവം നൽകുവാൻ ഇടയായിത്തീർന്നു. വാടക വീടെടുത്ത് അവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തുടങ്ങി ചില വ്യക്തികൾ മുന്നോട്ട് കടന്നു വന്നപ്പോൾ ആ വീട്ടിലെ ആരാധന അല്പം പ്രയാസമായി. കാരണം വീട്ടിൽ ആരാധനയ്ക്ക് വേണ്ടി അല്ല നിങ്ങൾക്ക് തന്നത്, താമസിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് ആ വീട് മാറേണ്ടി വന്നു. പിന്നീട് പല വീടുകളും മാറി താമസിച്ചു. എന്നാൽ അവസാനം ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ചെറുതായിരുന്നത് കൊണ്ട്
അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരാധന നടത്താൻ പറ്റാഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു ചെറിയ ഷെഡ് വെച്ച് ഞങ്ങൾ ആരാധന തുടങ്ങി. ആ ആരാധന തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 10-30 പേരോളം വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായി തീർന്നു. ഈ ഷെഡ് വെച്ചതായ ഈ സഹോദരന്റെ പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരന്മാര് എനിക്ക് പ്രതികൂലമായി, എതിരായി. ഒരു ദിവസം ഈ ഷെഡ് വെച്ച് അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നാണ്. ഈ പൗലോസ് സഹോദരന്റെ ഭവനത്തിൽ വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്നെ വഴിയിൽ വെച്ച് പിടിച്ചു നിർത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ സഹോദരനെ വെള്ളത്തിൽ മുക്കിയത് കൊണ്ട് നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി. എന്നാൽ അവിടെ വെച്ച് ദൈവത്തിന്റെ അത്ഭുതം കാണുവാനിടയായിരുന്നു. പല സഹോദരന്മാര്, പല വ്യക്തികൾ, യാക്കോബക്കാരൊക്കെ കൂടി എന്നെ അവിടുന്ന് പിന്തിരിച്ച് എന്നെ അവിടുന്ന് മാറ്റി കൊണ്ടുപോകുവാനിടയായിരുന്നു. അദ്ദേഹം അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. രാവിലെ 10 മണിക്ക് നടന്ന സംഭവം, എന്നാൽ വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് കേൾക്കുവാനിടയായിരുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അദ്ദേഹം എന്റെ കാല് മുറിക്കുമെന്ന് പറഞ്ഞതായ അദ്ദേഹത്തിന്റെ കാല് മുറിയുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളുടെയും കാലുകള് ആ ഒരൊറ്റ ദിവസം തന്നെ മുറിയുവാനിടയായിത്തീർന്നു. എന്റെ കാല് മുറിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു. ഞാൻ അദ്ദേഹത്തെ പെരുമ്പാവൂര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അദ്ദേഹത്തിന്റെ മക്കളെ അഡ്മിറ്റ് ആക്കി. ഞാൻ അത് കാണുവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, സന്ധ്യയ്ക്ക് ചെന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാനിപ്പോൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ക്ഷമ ചോദിക്കുവാനിടയായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം ആ ദേശത്തൊരു ചലനം ഉണ്ടാക്കുവാനിടയായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന യാക്കോബ പള്ളിയിലെ അച്ഛൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, പാസ്റ്ററെ, ഈ പൗലോസിനെ എങ്ങനെ മാനസാന്തരപ്പെടുത്തുവാനിടയായിരുന്നു? പാസ്റ്റർ എന്ത് കാര്യങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാക്യം പറഞ്ഞു കൊടുത്തു, ദൈവവചനം പറഞ്ഞു കൊടുത്തു. മദ്യപിക്കുന്ന ഒരു വ്യക്തി സ്വർഗരാജ്യം അവകാശമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സുവിശേഷം പറഞ്ഞു കൊടുത്ത എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അച്ഛന്റെ സഹോദരന്റെ വീട്ടിൽ താമസിക്കുവാൻ അവരെനിക്ക് അനുവദിച്ചു. അദ്ദേഹത്തിന്റെ ആ അച്ഛന്റെ ഒരു ഭവനത്തിൽ തന്നെയാണ് ഞങ്ങള് പിന്നീട് 2 വർഷം താമസിക്കുവാനിടയായി തീർന്നു. യാക്കോബായിലെ അച്ഛനുമായിട്ട് വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. അതേ പള്ളിയിൽ നിന്ന് അനേകരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതിനുശേഷം അവിടെ വലിയ അത്ഭുതങ്ങളെ നടത്തുവാനിടയായി തീർന്നു. പാസ്റ്റർ B.A. തോമസ് എന്ന് പറയുന്നതായ ദേവദാസൻ, പാസ്റ്റർ കാനമച്ചന്, ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അവിടെ കൺവെൻഷൻ നടത്തി. ഈ അച്ഛന്റെ പുരടത്തിൽ തന്നെയാണ് ഈ കൺവെൻഷനൊക്കെ നടത്തുവാനിടയായി തീർന്നത്. അങ്ങനെ കൺവെൻഷനൊക്കെ നടത്തി കഴിഞ്ഞ് അവിടുത്തെ ശുശ്രൂഷ വളരെ പ്രയോജനപ്പെടുന്നത് മനസ്സിലായപ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്നതായ സഹോദരൻ പറഞ്ഞു, എന്റെ ഈ കള്ള് ഷാപ്പ് പാസ്റ്ററെ വളരെ പ്രയാസി കടന്നു പോകുക, അതുകൊണ്ട് ഈ സ്ഥലം ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കള്ള് ഷാപ്പിന്റെ സ്ഥലം 18 സെന്റ് സ്ഥലം ചർച്ചിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചു. ആ കള്ള് ഷാപ്പ് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ അവിടെ നല്ലൊരു ആലയം പണിയുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ഒരു നല്ലൊരു ആലയവും അവിടെ അനേക വിശ്വാസികൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് സ്ഥലം മാറി കുന്നംകുളം എന്ന് പറയുന്നതായ സ്ഥലത്ത് ടൗണിൽ തന്നെ ഒരു സഭയില്, അത് അറിയപ്പെടുന്നതായ ഒരു പഴയ പാരമ്പര്യമുള്ളതായ ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് ഞാൻ മാറുവാനിടയായി. എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതായ പല പാസ്റ്റർമാര്, സെൻട്രൽ പാസ്റ്റർമാർ ശുശ്രൂഷിച്ചിരിക്കുന്നതായ ആ സഭയിലേക്ക് യൗവനക്കാരനായിരിക്കുന്നതായ ശുശ്രൂഷയുടെ ആരംഭകാലം എന്ന് പറയത്തക്കവണ്ണമുള്ളതായ സമയത്ത് എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ കടന്നു നിന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ ശുശ്രൂഷിക്കുമെന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബ്രദറുകാരെ ഞങ്ങളോട് സഹകരിച്ചു. അതിനുശേഷം വിശ്വാസികളുമായി വളരെ ബന്ധത്തിൽ മുന്നോട്ട് കടന്നുപോയി. ചുറ്റുപാട് കുന്നംകുളം ആ ടൗൺ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത അതിലുള്ളതായ വ്യക്തികളാണ് അവിടെ ജീവിച്ചിരുന്നത്. ഹോളിന്റെ ചുറ്റുപാടിലുള്ളവര് ഒറ്റ വാക്യം പറഞ്ഞ സൊദോം ഗോമോരയുടെ അനുഭവത്തിലുള്ളതായ സ്ഥലമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും രാത്രിയിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ആൾക്കാർ ഇങ്ങനെ പോകുകയും വരികയും ചെയ്യുവാനിടയായിരുന്നു. കാരണം അതുപോലെ സൊദോം ഗോമോര എന്ന് പറയുന്നതായ ഒരു പട്ടണമുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീർന്നു.
എന്നാൽ ഇവരുടെയൊക്കെ വീടുകളിൽ വിസിറ്റ് ചെയ്യുകയും അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അനേകർ അവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അവരുടെ മക്കളൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുവാനായിട്ട് കടന്നു വന്നു. ഞാൻ അവിടെ കുന്നംകുളത്ത് ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയ അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനും സഹോദരിയും അവര് ഡോക്ടേഴ്സായി ജോലി ചെയ്യുന്ന രണ്ടുപേരായിരുന്നു, ഒരു കുടുംബത്തിലുള്ളവര്. അവര് എനിക്ക് വളരെ കൈത്താങ്ങ് തന്നു. അവര് മുഖാന്തരമായിട്ട് ആ വീടുകളിലൊക്കെ കയറി ഇറങ്ങുകയും സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിളിക്കുകയും അങ്ങനെ യാക്കോബക്കാരായിരിക്കുന്ന കത്തോലിക്കരായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാനിടയായി തീർന്നു. ഞാന് ഏതാണ്ട് 250 കുഞ്ഞുങ്ങളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. നല്ല അനുഗ്രഹത്തോടെ ആ സഭയില് കർത്താവിനെ സേവിച്ചു. അനേകർ അവിടെ സ്നാനപ്പെടുവാൻ ഇടയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ 2 സഭയിൽ നിന്നും ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അനേക യൗവനക്കാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനും ദൈവം സഹായിച്ചു. ഇന്ന് പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ എന്റെ ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് കടന്നു വന്നത് ഗുജറാത്തിൽ തന്നെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ സന്തോഷമായി കർത്താവിന്റെ വേലയിൽ പോകുന്നു എന്നുള്ളതായ വാർത്ത ഇപ്പോഴും കേൾക്കുവാനിടയായി. യൗവനക്കാരായിരിക്കുന്ന അനേകരെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അനേകരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനിടയായി തീർന്നു. കുന്നംകുളത്ത് 4 വർഷക്കാലം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങളെ, കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ ഒക്കെ നടത്തുവാനിടയായി തീർന്നതിന് ശേഷമായിട്ട് പെട്ടെന്ന് ദൈവത്തിന്റെ ഒരു ആലോചന എനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. കേരളം വിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നു എന്ന് ഒരു ദൈവദാസൻ കൂടി അന്ന് കേരളം വിട്ടു പോകുന്ന യാതൊരു ചിന്തയും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ അന്ന് പെട്ടെന്ന് ഒരു സഭായോഗത്തിന് കടന്നു വന്ന ഒരു ദൈവദാസൻ, ഞാൻ അറിയാതെ കടന്നു വന്നു. അദ്ദേഹം ആരാധനാ സമയത്ത് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രവചന ആത്മാവിൽ അദ്ദേഹം ദൂത് പറഞ്ഞു, ഈ സഭയിൽ നിന്ന് മാറുന്നത് കാണുന്നു. എന്നാൽ ഇവിടെ കേരളത്തിലേക്കല്ല, കേരളം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ ഇടയായിത്തീരുന്നു എന്ന് അദ്ദേഹം ആലോചന പറഞ്ഞു. എന്നാൽ അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും പെട്ടെന്ന് ദൈവത്തിന്റെ കൃപയാല് ആ മെയ് മാസത്തില് ഞാന് സ്ഥലം മാറ്റത്തിന് എഴുതി കൊടുത്തു. പക്ഷെ എന്നെ മാറ്റുവാൻ അവരനുവദിച്ചില്ല. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കർണാടകയിലേക്ക് കടന്നു വരുവാൻ ഒരു സഭയുടെ ചാർജായിട്ടും 1-2 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനുള്ളതായ ചാൻസ് ആയിട്ട് എനിക്ക് കിട്ടി. അങ്ങനെ കർണാടകയിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. കർണാടകയിൽ ചിക്കമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റില് രംഗനകളി എന്ന് പറയുന്ന ഒരു വില്ലേജില് കടന്നു വന്ന് താമസിക്കുകയും അവിടെ ഒരു സഭയുടെ സഭായാർക്കെടുക്കുകയും അവിടെ 8 വർഷക്കാലം ആ സഭയിൽ ശുശ്രൂഷിപ്പാനിടയായിത്തീർന്നു. അവിടെ വെച്ചാണ് എനിക്ക് വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. ആ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് മാതാപിതാക്കന്മാരും മക്കളുമായി ഒരല്പം പ്രശ്നമുണ്ടായ ഒരു കുടുംബത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് കടന്നുപോയി. പക്ഷെ അത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുവാനിടയായിരുന്നു. ആ പിതാവിന്റെ 2ാമത്തെ മകനുമായിട്ട് എന്നോട് വളരെ കയർത്ത് സംസാരിക്കുകയും ഞാന് അദ്ദേഹത്തിന് സൈഡ് നിന്നില്ല, എന്റെ മാതാപിതാക്കന്മാർക്ക് സൈഡ് നിന്നുള്ള ചിന്തയില് അദ്ദേഹം ഇടപെടുകയും 3 പ്രാവശ്യം എന്നെ വെടിവെക്കുവാൻ തോക്കെടുത്തു. ഞാൻ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം വെടിവെച്ചു. 3 പ്രാവശ്യവും കാഞ്ചി വലിച്ചു. പക്ഷെ കാഞ്ചി പൊട്ടിയില്ല. അത് പ്രകാരം അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ, നിന്നെ വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കില്ല, അതുകൊണ്ട് വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു വലിയ വെട്ടുകത്തിയുമായിട്ട് എന്റെ അടുക്കൽ കടന്നു വന്നു. ഞാൻ ഇതുപോലെ ഒരു കസാറയിൽ ഇരിക്കുകയാണ്. ആ കസാറയിൽ ഇരുന്ന് എന്റെ ഷർട്ടിന്മേൽ പിടിച്ചു. ഞാൻ കുതറി മാറി. പക്ഷേ ദൈവകൃപയാൽ വെട്ടന്റെ മേത്ത് വീണില്ല. എന്റെ ഷർട്ട് കീറി. എന്റെ മൂത്ത മകളുണ്ടായിരുന്നു, മറ്റുള്ള പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിരുന്നു. ദൈവകൃപയാൽ അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഇളയപ്പനും സഹോദരന്മാരും ചേർന്ന് അത് കേസാക്കി. ഞാൻ കേസിന് പോയില്ല. പക്ഷേ ഞാൻ കേസ് കൊടുക്കുന്നതായിട്ടുള്ള പേരിൽ അവര് കേസ് ഫയൽ ചെയ്യിച്ചു. 3 വർഷക്കാലം ആ കേസ് നടന്ന് 3-ാം വർഷമാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വക്കീലിനോടും ജഡ്ജിയോടും പറഞ്ഞു, ഞാൻ ഒരു ശുശ്രൂഷകനാണ്, ഒരു സഭാ ശുശ്രൂഷകനായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് കേസിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല. ജഡ്ജിയുടെ മുമ്പിൽ തന്നെ ഇദ്ദേഹം വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി.
അങ്ങനെ ആ ജഡ്ജി മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ ഈ ഗുരുക്കള് ഈ ഇതിൽ നിന്ന് പിന്മാറിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരു 10 വർഷത്തേക്ക് അകത്തിടുമായിരുന്നു. അത്ര സ്വഭാവം, അതുപോലുള്ള സ്വഭാവമാണ് നിന്റെ ജീവിതത്തിലുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് വക്കീലിനോട് പറഞ്ഞ് ലെറ്റർ എഴുതി രാജിനാമം കൊടുത്ത് ആ കേസിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായിരുന്നു. അതിന് ശേഷമായിട്ടും വളരെ അതേ സമയത്ത് തന്നെ തുടർന്ന് മുന്നോട്ട് കടന്നുപോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് എൻ്റെ അടുക്കൽ വന്ന് ക്ഷമ പറയുകയും ഞങ്ങളോട് രണ്ടുപേരോട് ക്ഷമ പറഞ്ഞ് ഞങ്ങള് പിന്നീട് ആ സഭയില് ശുശ്രൂഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ വിശ്വാസിയായി ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങ്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് അനേക ജോലി കാര്യങ്ങൾ വരെ ചെയ്തു തരുന്ന ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം മാറി. ഇപ്പോൾ വളരെ വാർദ്ധക്യത്തിൽ അദ്ദേഹമുണ്ട്. ഇപ്പോഴും വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത്, നാം ദൈവസന്നിധി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരം എന്റെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കി തന്നു. അങ്ങനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് കടന്നുപോയി. പിന്നീട് ആ സഭയിൽ നിന്ന് മാറി പല സ്ഥലങ്ങളിൽ ഞാൻ മാറി മാറി ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ എന്നാർപുരം നരസിംഹരാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അവിടേക്ക് ഞാൻ വീണ്ടും ട്രാൻസ്ഫർ ആയി മുന്നോട്ട് കടന്നുപോയി. അവിടെ വെച്ച് ഫൈനൽ വർക്കായിട്ടൊരു സഭ തുടങ്ങുവാൻ ഇടയായിത്തീർന്നു. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾ 5 പേര്, കുഞ്ഞുങ്ങൾ 3 പേരും ഞങ്ങൾ 2 പേരും ഇരുന്ന് ആരാധിക്കുന്നത് കാണുമ്പോൾ കത്തോലിക്കക്കാരായ സഹോദരന്മാർ ചിലര് 1-2 പേര് കടന്നു വരും. 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേല ഉണ്ടെന്ന് മനസ്സിലായി. അനേകര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാൻ തന്നെ ഒരു കുഴി കുത്തി ഒരു സ്നാനക്കുളം ഉണ്ടാക്കി. ആ കുളത്തിൽ തന്നെ കുറെ പേരെ സ്നാനപ്പെടുത്തുവാൻ ഇടയായിരുന്നു. അങ്ങനെ അവിടെ നല്ലൊരു സഭ ആരംഭിക്കുകയും ഇപ്പോൾ 100 വിശ്വാസികളുള്ളതായ ഒരു സഭയായി എന്നാർപുരം കൈമരം എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു ചർച്ച് പണിയുകയും നല്ലൊരു പാഴ്സനേജ് പണിയുകയും അവിടെ ഇപ്പോൾ സഭ മുന്നോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. അതിനുശേഷം 6 വർഷം അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം കർണാടക സ്റ്റേറ്റിലെ ഹുബ്ലിക്കടുത്ത് മുണ്ടുകോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടേക്ക് കടന്നുപോയി. അവിടെയും ടിബറ്റിയൻസ് കടന്നു വന്ന് താമസിക്കുന്ന ഇന്ദിരാഗാന്ധി സമയത്ത് ടിബറ്റിയൻസിനെ കുടിയേറി പാർപ്പിച്ചതായ ഒരു സ്ഥലമാണ്. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ മലയാളികളായ സഹോദരന്മാരെ നമ്മുടെ സഭയിലുണ്ട്. ആ സഭയിലെ ശുശ്രൂഷിപ്പാൻ ഇടയാക്കുന്നു. ഈ ടിബറ്റിയൻസിന് അത്ര കടന്നുപോയി എല്ലാം സഹകരിക്കുവാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും ഹിന്ദുക്കളുമായി പങ്കുവയ്ക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അനേകം ആത്മാക്കളെ അവിടെയും നൽകുവാൻ ഇടയായിത്തീർന്നതിന് ശേഷം അതിനുശേഷം ഞാൻ വീണ്ടും ചിക്കമംഗളൂരിലേക്ക് തിരികെ വന്നു. ചിക്കമംഗളൂർ ടൗണിൽ തമിഴ് കന്നഡ വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ വീണ്ടും കടന്നു വന്നു. അവിടെ 8 വർഷക്കാലം ശുശ്രൂഷിച്ചു. അവിടെ വെച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. 2006 ഫെബ്രുവരി മാസത്തില് ഞാന് ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. പക്ഷെ അതെനിക്ക് വലിയ പ്രയാസമായി മാറി. ബജറംഗക്കാരെന്ന് പറയുന്നതായ ആ സംഘക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കി. ഞങ്ങളെ 5 പാസ്റ്റർമാരെയും 7 സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി 4 ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ദൈവകൃപയാൽ ശരീരദേഹ ഉപദ്രവം എനിക്ക് ലഭിച്ചില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റേഴ്സിന് സഹോദരന്മാർക്കൊക്കെ ഉപദ്രവം കിട്ടി. ഉപദ്രവിച്ചു. ഒരു പാസ്റ്ററുടെ കൈ ഒടിഞ്ഞു, ഒരു പാസ്റ്ററുടെ കാലൊടിഞ്ഞു, മറ്റ് സഹോദരന്മാരുടെ ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടായി. പക്ഷേ ദൈവകൃപയാൽ അതിൽ നിന്നും ദൈവം വിടുവിച്ചു എന്ന് വേണം പറയുവാൻ. കാരണം എനിക്ക് ജാമ്യം എടുക്കുവാൻ ഈ ലോകത്തില് ഒന്നുമില്ല. എൻ്റെ ജീവിതത്തില് എൻ്റെ മാതാപിതാക്കന്മാർ ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് ഒന്നും തന്നില്ല. തരാഞ്ഞത് കൊണ്ട് ഭൗമികമായ സമ്പത്തുകളൊന്നും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. അതും ഇന്നും അന്ന് മാത്രമല്ല ഇന്നും ഒന്നുമില്ല. ആ സാഹചര്യത്തിലാണ് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ ദൈവം ചെയ്തതായ നന്മ, ഒരു സഹോദരനെ മുന്നോട്ട് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ ബാൻഡ് വെച്ച് ഞങ്ങളെ 5 പാസ്റ്റർമാരെയും 7 സഹോദരന്മാരെയും ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കി. അതിനുശേഷം കേസ് നടന്നു. അവിടെ ഉണ്ടായിരുന്ന MLA
മറ്റവർക്ക് സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രതികൂലമായി മാറി. അതും പ്രകാരം വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. എങ്കിലും വേല ഞാൻ കളഞ്ഞില്ല. വീട്ടിലെ വാടകയ്ക്കുള്ള വീട്ടിലെ ആരാധന വളരെ ബുദ്ധിമുട്ടായി മാറി. ആ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ഓരോ വീട്ടിലും മാറി മാറി ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആരാധിക്കാൻ പറ്റിയല്ലോ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ചെറിയ സൈറ്റ് 30-40 ഒരു സൈറ്റ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തരുവാനിടയായി തീർന്നു. അവിടെ ഒരു ചെറിയ ഹോള് പണിത് അവിടെ ഞങ്ങൾ ആരാധിപ്പാനിടയായി തീർന്നു. അവിടെയാണ് ഇപ്പോഴും ആരാധന നടക്കുന്നത്. ആ സഭയില് ദൈവം പ്രശ്നങ്ങളെല്ലാം വന്നു. 8 വർഷക്കാലം ആ സഭയിൽ തന്നെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. പ്രതികൂലങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് കാണുവാനിടയായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവിടെ പ്രതികൂലമുണ്ടോ അവിടെ സഭ വളരുവാനിടയായി തീരും. ആ സഭ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഒരു പ്രതികൂലം വന്നപ്പോഴാണ്. സഭയ്ക്ക് സ്ഥലം വാങ്ങുവാൻ സാഹചര്യം ഒരുക്കിയത് ജയിലിൽ പോയത് കൊണ്ടാണ്. ജയിലിൽ കിടന്നപ്പോഴും മറ്റുള്ളവരോട്, ജയിലിൽ കിടക്കുന്ന മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുകയും സുവിശേഷ പ്രതികൾ പങ്കുവെക്കുകയും പുതിയ നിയമ ബൈബിളുകൾ ജയിലിൽ കിടന്നവർക്ക് കൊടുക്കുവാനിടയായിരുന്നു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിരുന്നു. അനേകര് മുന്നോട്ട് കടന്നു വരുവാനിടയായിരുന്നു. അവിടെയും ഞാൻ ഈ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായി യൗവനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും യൗവനക്കാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു വരികയും ചെയ്തു. ഇന്ന് കന്നഡക്കാര്, മലയാളികള്, തമിഴ് വിശ്വാസി കടന്നു വന്ന അനേക ദൈവമക്കള് കേരളത്തിലെ, കർണാടകയിലെ, മറ്റ് സംസ്ഥാനങ്ങളിലെ, വിദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരം മുന്നോട്ട് കടന്നു വന്ന യൗവനക്കാർ ഇന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. കർണാടകയിൽ ഒത്തിരി പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ ദൈവം സഹായിച്ചു. ആ അവസ്ഥയിലാണ് ഞങ്ങൾ കർണാടകയിൽ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നത്. ഇന്നും അതിനുവേണ്ടിയാണ് ആഗ്രഹം. യൗവനക്കാരെ വേർതിരിച്ച് നശിച്ചു പോകുന്ന യൗവനക്കാരെ ദൈവത്തിലേക്ക് വേർതിരിക്കുവാൻ വചനം പറയുന്നത് പോലെ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. അപ്രകാരമുള്ളതായ അവസ്ഥയിൽ ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങള്, എനിക്ക് 8 സഹോദരങ്ങൾ, ഞങ്ങൾ 8 പേരാണ് മക്കള്. അതില് ഞാൻ വിശ്വാസത്തിലേക്ക് ആരംഭത്തിൽ കടന്നു വന്നു. അതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ ഒരു സഹോദരിയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായി മാറി. ആ മദ്യപാനത്തിൽ നിന്ന് പിന്മാറാതെ അദ്ദേഹം മദ്യപിച്ച് അവസാനം ഈ ലോകത്തുനിന്ന് പോകുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ ഇളയ സഹോദരന്മാർ 2 പേരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവര് വിശ്വാസത്തിൽ വന്നു. കേരളത്തിൽ അവര് കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ 2 സഹോദരിമാർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇനിയും എൻ്റെ ഒരു സഹോദരി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എങ്കിലോട് തിരിച്ച് മർത്തോമാലേക്ക് പോകേണ്ടതായ അവളുടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അവളുടെ ലോകത്ത് നിന്ന് കഴിഞ്ഞ 6 മാസം മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഈ അനുഭവത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ വീട്ടില്, എൻ്റെ കുടുംബത്തില് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു പാസ്റ്റർ വന്ന കാര്യങ്ങൾ നടത്തണമെന്നുള്ള ചിന്തയിൽ എന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം സഹകരിപ്പിക്കുകയും എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ വിളിക്കുകയും സഹകരിക്കുകയും ഞങ്ങളുടെ കുടുംബയോഗത്തിൽ പങ്കെടുപ്പിക്കുകയും കുടുംബയോഗങ്ങൾ നടത്തുകയും ഇങ്ങനെ ആത്മീയമായി വളരുവാൻ എൻ്റെ സഹോദരങ്ങള്, എൻ്റെ മാതാപിതാക്കന്മാരുടെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും സഹോദരങ്ങളൊക്കെയും സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ താല്പര്യമായിട്ട് മുന്നോട്ട് കടന്നു വരികയും ചെയ്യുന്നു. എൻ്റെ വൈഫിന്റെ വീട്ടിലാണെങ്കിലും വൈഫിന്റെ ഒരു സഹോദരൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് താന് മുന്നോട്ട് കടന്നു പോകുന്നു. താന് ഇന്ത്യ ബൈബിൾ മിഷൻ എന്ന് പറയുന്നതായ ഒരു ബൈബിൾ മിഷൻ തുടങ്ങി ഇപ്പോൾ ലക്ഷക്കണക്കിന് ബൈബിള് താന് പ്രൊഡക്റ്റ് ചെയ്ത് പുറത്തിറക്കി വിറ്റ് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ബൈബിൾ മിഷൻ എന്ന് കോട്ടയം എന്നറിയപ്പെടുന്നതായ അത് എൻ്റെ വൈഫിന്റെ സഹോദരനാണ്. മറ്റുള്ളവര് കർത്താവിന്റെ പേരിൽ കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് കടന്നു പോകുന്നു. ഇങ്ങനെ ഞങ്ങളുടെ 2 കുടുംബവും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭൗമിക നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം തന്നത് ദൈവത്തിന് വേണ്ടി എന്നുള്ളതായ ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിക്കമംഗളൂർ സഭയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ പ്രതിസന്ധികള്
ഓരോന്നോരോന്നോരോന്ന് ഘട്ടം ഘട്ടമായി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം അനുകൂലമായിട്ടുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ 3 പേരുടെയും വിവാഹം നടക്കുവാനിടയായി. ആ വിവാഹത്തിന് ഞങ്ങളുടെ കയ്യില് ഒരു പൈസ പോലും സുവിശേഷ വേലയ്ക്ക് വന്ന് അവർക്കൊരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുവാനുള്ളതായ സാഹചര്യം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് വിവാഹ ആലോചന വന്നു. പക്ഷെ വന്നവരോടൊക്കെ പറഞ്ഞു, പണം തരാനോ മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും തരാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് ഓരോ ബൈബിൾ കൊടുത്ത് വിടുവാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ അവരാവശ്യപ്പെട്ടത്, അവര് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞു വിടുക എന്നുള്ള താല്പര്യപ്രകാരം അവരെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരമല്ല, അവരും ആഗ്രഹിച്ചില്ല. മൂത്തവളെ BA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയില്ല. അവിടെ മാതാവ് സുഖമില്ലാതായതുകൊണ്ട് പിന്നീട് അവിടെ പഠനം തുടർന്ന് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നു. വൈഫാണെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടു. വളരെ പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ കടന്നുപോയി. ദൈവം അത്ഭുത വിടുതൽ തന്നു. അതിനുശേഷം മൂത്ത മകളുടെ വിവാഹം പെട്ടെന്നുണ്ടായി. അവര് കേരളത്തിലെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് ആയിരിക്കുന്നു. രണ്ടാമത്തെ മകള് നേഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആലോചന വന്നു. അതും ഒരു പാഷയുടെ മകന് താനും സുവിശേഷ വേലയിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരും അത് അംഗീകരിച്ച് ഞങ്ങളുടെ മകളെ തന്നാൽ മതി എന്നുള്ള ആവശ്യപ്പെട്ട് അങ്ങനെ ആ വിവാഹം നടത്തി. മൂന്നാമത്തെ മകളും ഒരു പാഷയുടെ മകന് അവരും ഡൽഹിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ മകളുടെയും വിവാഹം നടത്തി. 3 പേരും ഇപ്പോൾ വളരെ സുഖമായി കർത്താവിന്റെ വേലയില് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീർന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്, രോഗം ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ, ദൈവത്തിന്റെ ശക്തിയെ പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം. യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനെ കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. അനേക യൗവനക്കാർ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എൻ്റെ മക്കള് സുവിശേഷ വേലയിൽ നിൽക്കുന്നു, കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് വളരെ സന്തോഷമായി തീരുവാനിടയായിത്തീരുന്നത്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ആലോചന ദിവസവും കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ, ആരാധനയിൽ മുന്നോട്ട് പോകുവാൻ, ഇന്നും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ളതായ ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവരെ ശുശ്രൂഷയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കൊടുക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുവാൻ ഇടയായിത്തീരും. പപ്പയുടെ ആലോചന തന്നെങ്കിൽ, മമ്മിയുടെ ആലോചന തന്നെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയില്, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് ഞാന് ചിക്കമംഗളൂരിൽ നിന്ന് ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവിടെ വേല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 8 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ചേഞ്ച് ചെയ്ത് ആദ്യം കർണാടകയിൽ വന്നതായ രംഗനഹള്ളി എന്ന് പറയുന്ന വില്ലേജിൽ വീണ്ടും അവിടേക്ക് സ്ഥലം മാറി. അവിടെ വീണ്ടും കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു. അവിടെ വെച്ച് വീണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ, അനേകരെ വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിലേക്ക് വേർതിരിക്കുവാൻ തുടങ്ങി. അതിന് അവിടെ ആയിരിക്കുമ്പോ 2ാം പ്രാവശ്യം അവിടെ കടന്നു നിന്നപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നി, പലരോട് പങ്കുവെച്ചു. അതും പ്രകാരം ഒരു ബൈബിൾ കോളേജ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു. ഞങ്ങളുടെ സാമ്പത്തികമായ ഒരു നന്മയും ഇല്ല. സഭയുടെ ആഗ്രഹപ്രകാരവും സെൻട്രലിന്റെ ആഗ്രഹപ്രകാരവും സ്റ്റേറ്റിന്റെ ആഗ്രഹപ്രകാരവും ഞങ്ങള് എബനേസർ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ ഒരു ബൈബിൾ കോളേജ് അവിടെ തുടങ്ങുകയും അതിനുശേഷം ആ ബൈബിൾ കോളേജിലെ അനേക യൗവനക്കാർ കടന്നു വന്ന് പഠിക്കുകയും അവരൊക്കെ സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഞാൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, പ്രതികൂലങ്ങൾ എത്ര ഉണ്ടായാലും പ്രശ്നങ്ങൾ എത്ര വന്നാലും പിന്മാറുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ബൈബിൾ എടുത്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാവൂ. അത് അനുഭവത്തിൽ കൂടി പങ്കുവെച്ച് അവരെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് കടന്നു വന്ന സഹോദരന്മാർ ഇന്നും വിളിച്ച് അവരെ സുവിശേഷ വേല എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഹൃദയത്തിൽ തരുവാൻ ഇടയായിത്തീരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി ബെല്ലാരിക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. ബെല്ലാരി ദേശത്ത് കടന്നു വന്നിട്ട് ഇപ്പോൾ 8ാം വർഷമാണ്. ഈ 8 വർഷത്തിനുള്ളിൽ ഈ ബെല്ലാരിയില് ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ ഈ സെൻട്രലില് വെറും 4 സഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ അത് ദൈവകൃപയാൽ 11 സഭകളായി മാറുവാനിടയായി തീർന്നു. ഈ 11 സഭകളിലും പോയി ശുശ്രൂഷിക്കുകയും ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷയിലും മുന്നോട്ട് കടന്നു പോകുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാനിടയായി തീരുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോഴൊക്കെയും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി എങ്കിലും ദൈവത്തിന്റെ മഹത്വം എത്രമാത്രം ഉണ്ടെന്ന് കാണുവാനിടയായിത്തീരുന്നു, അനുഭവത്തിൽ കൂടി പങ്കുവയ്ക്കുവാനിടയായിത്തീരുന്നു. അത് ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ ഭൗമിക നന്മ കൊടുത്തല്ല എന്തെങ്കിലും ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആത്മീയ നന്മ ആത്മീയമായി വളർത്തുവാൻ വചനം പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ അതിന്മേൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നോട്ട് കടന്നു വരുന്ന സഹോദരി സഹോദരന്മാരെയാണ് ഇന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓൺലൈനിൽ കൂടി അനേകർ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവരെ പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നു. കർത്താവിന്റെ വേല ഏത് അവസ്ഥയിലാണെന്ന് മറ്റുള്ളവർ ഭൗമിക നന്മയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ ഭൗമിക നന്മകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ, സഹായത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരോട് പ്രാർത്ഥിച്ച് അവരെ സുവിശേഷ വേലയിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയ കാര്യങ്ങള് ദൈവം നൽകുവാനിടയായിത്തീരുന്നു. ഇന്ന് ശുശ്രൂഷയിൽ ഞാൻ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി എത്രത്തോളം ഉണ്ടെന്ന് കാണുവാനിടയായിത്തീരുന്നു. ഞാന് സ്നാനങ്ങൾ നടത്തുമ്പോൾ, വിവാഹ ശുശ്രൂഷകൾ നടത്തുമ്പോഴൊക്കെ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പിന്മാറുവാനുള്ളതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. പ്രത്യേക സ്നാന ശുശ്രൂഷ നടത്തുമ്പോൾ നിങ്ങൾ മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് കാര്യമുണ്ടാകുന്നില്ല. നമ്മളെ പുറമേ ഉള്ള അഴുക്ക് കഴുകിക്കളയുന്നതായിട്ടല്ല നമുക്ക് കാണേണ്ടത്. ഒരകം പരിച്ഛേദനുള്ളവരായി, അകം ശുദ്ധീകരിച്ചവരായി മുന്നോട്ട് വെച്ചതായ ഒരു കാലത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിന്മാറരുതെന്നുള്ളതായ ആ ഉറപ്പിലാണ് അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരുന്നത്, സ്നാനപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. കാരണം ഇന്ന് അവർ ജീവിക്കുന്ന ലോകം അതുപോലുള്ളതായ ലോകമാണ് കാണുവാനിടയായിത്തീരുന്നത്. ആ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ വിശ്വാസത്തിൽ കൊണ്ട് നിർത്തുവാനിടയായിത്തീരുന്നു. കന്നഡ, തെലുങ്ക്, മലയാളം ഇങ്ങനെയുള്ള ഭാഷക്കാരൊക്കെ നമ്മുടെ അടുക്കൽ കടന്നു വരികയും അവരോട് സുവിശേഷം പങ്കുവെക്കുകയും ചെയ്യുവാനിടയായിത്തീരുന്നു. ഇന്ന് ഈ ബെല്ലാരി സെന്ററിലുള്ളത് എല്ലാ സഭകളിലും കന്നഡ ഭാഷന്മാരാണ്, കന്നഡ തെലുങ്ക് ഭാഷന്മാരാണ് അവരുള്ളത്. മലയാളീസായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഇടയിൽ കടന്നു ശുശ്രൂഷിക്കുന്നതും അവരുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നതും ഒരു വലിയ സന്തോഷമാണ്. ആ സന്തോഷമാണ് ജീവിതത്തിൽ വലിയ നന്മയായി കാണുവാനിടയായിത്തീരുന്നത്. ആ നന്മയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരുന്നത്. ഈ അവസ്ഥയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സുവിശേഷികമാകുന്ന സാഹചര്യങ്ങൾ, സുവിശേഷ വേല എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകുവാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ എന്റെ കുടുംബത്തില് സഹോദരങ്ങള് പലരും രോഗികളായി മാറുമ്പോൾ അവർക്ക് വേണ്ടി കടന്നുപോയി പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നു. എന്റെ കുടുംബത്തിൽ തന്നെ രോഗം ഒക്കെ കടന്നു വരും. എന്റെ വൈഫ് നല്ല സുഖമില്ലാതെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ബ്ലഡ് കൊടുക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുവാനിടയായിത്തീരുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചത് എനിക്ക് 6 കൊച്ചുമക്കളുണ്ടെന്ന്. ആ കൊച്ചുമക്കളൊക്കെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോകുന്നു. എന്റെ മൂത്ത കൊച്ചുമകള് ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുകയാണ്, ബാംഗ്ലൂരില് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ രണ്ടാമത്തെ മകളുടെ മക്കള് 2 പേരുണ്ട്. അവര് നല്ല സുഖമില്ലാത്തവരാണ്. അവര് ശാരീരികമായ സുഖമില്ലെങ്കിലും വിദ്യാഭ്യാസത്തിൽ അവര് മുന്നോട്ട് കടന്നു പോകുന്നു. അവര് സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുവാനിടയായിത്തീരുന്നു. ഇളയ മകള് ഡൽഹിയിലുണ്ട്. അവളുടെയും ഒരു മകൾക്ക് നല്ല സുഖമില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് അവരുടെ വേലയിലുണ്ട്. എങ്കിലും ദൈവം നിർത്തുന്നു, ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ പരിപാലനം ഓർക്കുമ്പോഴാണ് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരുന്നത്. ഈ ലോകയാത്ര കടന്നു പോകുമ്പോൾ മുന്നോട്ട് വെച്ചതായ ഒരിക്കലും പിന്മാറാതെ ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരണം. അതാണ് ആഗ്രഹം. ഈ ലോകത്തില് ഒന്നും സമ്പാദ്യം നേടിയില്ലെങ്കിലും ഒരാഗ്രഹമുണ്ട്, ചില നെൽക്കതിരുമായി, ചില നെൽമണികളുമായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതിൻ പ്രകാരം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ കടന്നു വരുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പിച്ച് വിശ്വാസത്തിൽ നിർത്തുവാൻ ദൈവം സഹായിക്കുന്നു.
അങ്ങനെ ദൈവത്തിന്റെ വേലയിൽ ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. ഇപ്പോൾ സെൻട്രൽ 11 സഭകളുണ്ട്. 11 സഭകളും വിസിറ്റ് ചെയ്യുവാൻ ഇടയായി തീരുന്നുണ്ട്. 11 സഭകളും വളരെ ദൂരെയുള്ള സഭകളാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ കേരളത്തെ പോലൊക്കെ അല്ല, ഇവിടെ വളരെ ദൂരെയാണ് സഭകളുള്ളത്. എന്റെ ഏറ്റവും അകലെയുള്ളതായ സഭ ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 120 കിലോമീറ്റർ ദൂരം വരെയുള്ള സഭകളുണ്ട്. അത്രയും ദൂരം ഞാൻ ബൈക്കിൽ യാത്ര ചെയ്താണ് ഇവരെയൊക്കെ വിസിറ്റ് ചെയ്യുവാൻ ഇടയായിട്ട്. അപ്പോൾ തന്നെ അടുത്ത് സഭകളുണ്ട്. അടുത്ത് ഒരു 7 കിലോമീറ്റർ ഉള്ളിൽ സഭകളുണ്ട്. ഈ 7 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ ദൂരമുള്ളതായ സ്ഥലങ്ങളിലാണ് ഈ സഭകളൊക്കെ ഉള്ളത്. ഈ സഭകളൊക്കെ കർണാടകയിലും ആന്ധ്രയിലുമായിട്ട് ചിതറിക്കിടക്കുകയാണ്. 2 സ്ഥലത്തും, ആന്ധ്ര സ്റ്റേറ്റിലുമുണ്ട്, കർണാടക സ്റ്റേറ്റിലും നമ്മുടെ സെന്ററിന്റെ വേലയുണ്ട്. അതും പ്രകാരമാണ് കർത്താവ് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. സുവിശേഷ വേല എന്ന് പറയുന്നത് ഹല്ലേലൂയ നാം സ്വയം തീരുമാനിച്ച് സ്വയം കടന്നു വരുന്നതല്ല. കർത്താവ് വിളിച്ചു എങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പും ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അതെന്റെ അനുഭവമാണ്. ഭൗമികമായ മാതാപിതാക്കന്മാരുടെ നന്മയൊന്നും തന്നില്ലെങ്കിലും, ആ നന്മയൊന്നും അനുഭവിക്കുവാൻ സാധിച്ചില്ലെങ്കിലും, ഇന്നും യാതൊരു കുറവുമില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട്. ഈ ലോകപ്രകാരം വീടോ ധനമോ സമ്പത്തോ ഒന്നുമില്ലെങ്കിലും സ്വർഗത്തില് ഒരു വലിയ ധനം ഉണ്ട്. ആ ഓർത്താണ് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരുന്നത്. മറ്റുള്ളവർ പറയും, എന്റെ സഹോദരങ്ങള്, വൈഫിന്റെ സഹോദരന്മാര്, ഇവരൊക്കെ പറയും ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സ്വർഗത്തിൽ ഒരു പ്രതിഫലം ഉണ്ട്. അതിനുവേണ്ടിയാണ് വെച്ച കാലുകൾ മുന്നോട്ട് ഓടുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ ലോകയാത്രയില് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ ഇടയായിത്തീരുന്നു. അതാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത്. ആ അനുഗ്രഹം, ആ നന്മ പ്രാപിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നത്. ഈ ദിവസങ്ങളില് 2-3 സഭകളിലെ കൺവെൻഷന് മീറ്റിങ്ങുകളൊക്കെ വിസിറ്റിംഗ് നടത്തി മീറ്റിങ്ങുകൾ നടത്തുവാനുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവം നൽകുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഒരു ചർച്ച് പണിത് അതിന്റെ ഡെഡിക്കേഷൻ നടത്തുവാൻ ഇടയായിത്തീർന്നു. ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവിന് വേണ്ടി വല്ല വിധേനയും കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ള ചിന്തയിലാണ് കർത്താവിന് വേലയിൽ മുന്നോട്ട് കടന്നു പോകുന്നത്. ഈ 69 വയസ്സായി ഈ 69 വയസ്സ് വരെയും ദൈവം നിർത്തിയത് കൃപയൊന്ന് മാത്രമാണെന്ന് പറയുവാൻ ഇടയായിത്തീരട്ടെ. അങ്ങനെ പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തില് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ, എന്റെ അനുഭവത്തിൽ നിന്ന് മുന്നോട്ട് വെച്ചതായ അനുഭവം, ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തടസ്സങ്ങൾ പലതായി ഒന്നിന് പുറകെ ഒന്നൊന്നായി വരും. പക്ഷേ പിന്മാറാതെ നിൽക്കുകയാണെങ്കിൽ ദൈവം കൈവിടുന്നവനല്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെയും എത്തിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസത്തിൽ, ആ ഒരു കാര്യത്തിൽ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുവാനുള്ളതായ ആഗ്രഹമാണ് പ്രിയരെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിന്ദിക്കുന്നവരുണ്ടാകും. വാക്സാമർത്ഥ്യമില്ലല്ലോ, ബൈബിൾ സാമർത്ഥ്യമില്ലല്ലോ, പണ്ഡിത്വമില്ലല്ലോ, വിദ്യാഭ്യാസമില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ പറഞ്ഞെന്ന് വന്നേക്കാം. പക്ഷെ അവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മാനിക്കുന്ന ദൈവത്തിന്റെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മെ നിലനിർത്തുവാൻ ഇടയായിത്തീരുന്നത്. ഈ വചനം നമ്മെ നിലനിർത്തുമ്പോൾ, ദൈവദാസന്മാർ പറയുന്നത് പോലെ, വചനം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അത് വാർദ്ധക്യത്തിൽ നമ്മെ ചുമക്കുവാൻ ഇടയായിത്തീരും. അതാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വേല വല്ല വിധേനയും തികയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഈ ടിവിയിൽ കൂടി ഇപ്രകാരം ചില വാക്കുകളെ പങ്കുവയ്ക്കുവാൻ, എന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ, സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഇടയായിത്തീരുന്നു. നിങ്ങൾക്കൊരു പ്രയോജനമായി തീരുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കാരണം കർത്താവിന്റെ വേല
ഒരിക്കലും അത് സമ്പത്തിന്റെ വേലയല്ല, ശമ്പളത്തിന്റെ വേലയല്ല, കർത്താവിന്റെ വേല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെയും എത്തിക്കുമെന്നുള്ളതായ ആ പൂർണ്ണ വിശ്വാസത്തിലാണ് നാം മുന്നോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ കാല് വഴുതി പോകാതെ നിലനിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിന്റെ ആ പാറമേൽ കാല് വെച്ച് കഴിയുമ്പോൾ വഴുതി പോകുവാൻ സാഹചര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് കടന്നു വരും. വഴുതിക്കുന്നതായ, നമ്മെ തെറ്റിക്കുന്നതായ അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ, കണ്ണിന്റെ മുമ്പിൽ കടന്നു വന്നേക്കാം. കാണേണ്ടത് കാണുകയും കാണാത്തത് കാണാതെ കണ്ണടയ്ക്കുവാൻ ഇടയായി തീരുകയും ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അവൻ അന്ത്യം വരെ നമ്മെ എത്തിക്കുവാൻ ഇടയായി തീരും. അതാണ് എനിക്ക് പങ്കുവെക്കുവാനുള്ളത് പ്രിയരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വെച്ചതായ കാല് ഒരിക്കലും പുറകോട്ട് പോകുവാൻ ഇടയായി തീരാതെ വിശ്വാസം നിൽക്കുക. മറ്റുള്ളവരെ നോക്കുവാനല്ല, ഇടംബലമുള്ളവരെ നോക്കുവാനല്ല, ലോകക്കാരെ നോക്കുവാനല്ല, വിശ്വാസ നായകനായ യേശുവിനെ നോക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയിൽ ഇപ്രകാരം ചില വാക്കുകൾ പറയുവാൻ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായിട്ട് എന്നെ ഈ സാക്ഷി പറയുവാനായിട്ട് എന്നെ ക്ഷണിച്ചതായ പാസ്റ്റർ ദാനിയൽ ജോൺ ഗുജറാത്ത്, കർത്താവിന്റെ ദാസന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. വേലയെ ദൈവം വിജയമാനിക്കട്ടെ. അരോമ ടിവിയിൽ ഞങ്ങളെ കേൾക്കുന്നതായ അനേകർക്ക് ഈ സാക്ഷ്യം ഒരു പ്രയോജനമായി തീരട്ടെ. ഒരു പക്ഷെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. അതിനുവേണ്ടി ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ സമർപ്പിക്കുന്നു. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ നല്ല വേളയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് പലക്കാല കർത്താവ് ഈ TV പ്രോഗ്രാമിൽ കൂടി ചില വാക്കുകളെ പ്രസ്താവിക്കുവാൻ, സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കേൾക്കുന്ന അനേകർക്ക്, ആയിരങ്ങൾക്ക് അത് പ്രയോജനപ്പെടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ ടിവിയിൽ പ്രവർത്തിക്കുന്ന നിന്റെ ദാസനെ, കുടുംബത്തെ, ശുശ്രൂഷയെ കർത്താവ് മാനിക്കണമേ. ഇത് കർത്താവെ, നിന്റെ ദാസന്റെ ശുശ്രൂഷയെ അനേകർ പ്രയോജനമായി തീരുവാൻ ഇടയാക്കണമേ. എല്ലാ മഹത്വം കർത്താവിന്റെ കടങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ P.A. ജോൺസൺ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിത പശ്ചാത്തലവും ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആരുമല്ലാത്തവരായി ജീവിതത്തിൽ മാറ്റപ്പെട്ട, വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടുന്ന സാഹചര്യം വന്ന്, എന്നാൽ കർത്താവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് പിന്നെ തിരിഞ്ഞങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഇന്നും കർത്താവ് ജയോത്സവമായി വഴി നടത്തുന്നു. കർത്താവിന്റെ വേലയിൽ ശക്തമായി കർണാടകയിൽ ബെല്ലാരി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി, നടത്തിയ വിധങ്ങൾക്കായി, ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. പിന്നെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബാല്യകാലത്തില് ഒരു വിക്കനായിട്ടാണ് ആ ജീവിതം ആരംഭിച്ചത്. എന്നാൽ ഒരു വീഴ്ചയോടുള്ള ബന്ധത്തിൽ നാവ് മുറിയുകയും പിന്നത്തേതില് അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വിക്ക് മാറി ഒരു വലിയ ഒരു സൗഖ്യം, നോർമലായിട്ട് സംസാരിക്കുവാൻ ലഭിച്ചു എന്നും പറയുകയുണ്ടായല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ചില സന്ദർഭങ്ങളിൽ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്തതൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില വിടുതലുകൾ ദൈവം നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായില്ല എങ്കിൽ, ഒരു മുറിവുണ്ടായില്ല എങ്കിൽ, ആ ഒരു നിലവാരത്തില് നാം വിക്കനായിട്ട് തുടർന്ന ഒരു സാഹചര്യം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് അത് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ ഇടയാകും. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചിറക്കുന്നതിന് മുന്നമേ തന്നെ ചില വിഷയങ്ങൾ, ചില മണ്ഡലങ്ങളിൽ ചില മുറിവുകൾ ഉണ്ടായെങ്കിൽ പോലും ചില മേഖലകളിൽ കർത്താവ് അത്ഭുത വിടുതൽ തന്നിട്ട് ദൈവം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ
അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV ശ്രോതാക്കളോട് പങ്കുവച്ചതിന് കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാവശ്യമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.